കേരളത്തിൽ തുടർഭരണം ഉണ്ടാകും. അതിൻ്റെ കൂടെ പെരിന്തൽമണ്ണയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. അത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ബോധ്യം. LDF-ന്റെ ഇപ്പൊ രാവിലെ LDF സ്ഥാനാർത്ഥി VP ഹനീഫ വളരെ ആത്മവിശ്വാസത്തോടെ പ്രതികരിച്ച അദ്ദേഹം ഉറപ്പായിട്ടും ഒരു ജയം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൂടെ UDF-ന്റെ പ്രവർത്തകരും നേതാക്കളും അങ്ങനെയാണ് പറയുന്നത്. രാജേഷ്, പെരിന്തൽമണ്ണ ഇത്തവണ അത്യാവശ്യം എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നത് വരെ CPM-ന്റെ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വോട്ടിംഗ് ഇങ്ങനെ കയറിയും മറിഞ്ഞും പൊക്കൊണ്ടിരിക്കുന്നത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾ ജയിക്കും. അത് ഈ കഴിഞ്ഞ 10-25 ദിവസത്തെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകും. അതിൻ്റെ കൂടെ പെരിന്തൽമണ്ണയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. അത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ബോധ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല നിലയിൽ വിജയിക്കും. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും അദ്ദേഹം പറയുന്നത് 100ന്റെ മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിലെത്തും. മാത്രമല്ല, അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസം എന്നല്ല അദ്ദേഹം എടുത്തു പറയുന്നത്, ഞാൻ അതോടുകൂടി പൊതുപ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒന്ന് ചുല്ലിടും, മാറി നിൽക്കുന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ ആത്മവിശ്വാസം UDF-ന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട്, ഇവിടുത്തെ UDF-ന്റെ നേതാക്കൾക്കുണ്ട്, ഇവിടുത്തെ നിലവിലെ MLA-ക്കുണ്ട്. അപ്പോ അവരുടെ ആത്മവിശ്വാസം ഒക്കെ കാണുമ്പോൾ എന്താ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അതിന് പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല. അവനവന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണല്ലോ ആത്മവിശ്വാസം ഉണ്ടാവുക. ഒരുപക്ഷെ അവർക്കൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും പെരിന്തൽമണ്ണ മണ്ഡലത്തിലും കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിക്കും. ഇപ്പൊ ബൂത്തുകളിലൊക്കെ സന്ദർശിച്ചപ്പോൾ എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? ബൂത്തുകളിലൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 മണി ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 64% മറ്റാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പോളിംഗ്. അതൊരു കുറച്ചും കൂടി ഉയരും സ്വാഭാവികമായിട്ടും. ഇനിയും 3 മണിക്കൂർ, ആ 64 ആയ സമയം മുതൽ പിന്നെയും 3 മണിക്കൂർ സമയം പോളിങ്ങിന് ബാക്കി കിടക്കുകയാണല്ലോ. അപ്പോൾ നല്ല നിലയിൽ പോളിംഗ് ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ വോട്ടർമാരെ മുഴുവൻ പോൾ ചെയ്യിക്കാൻ അതിനാവശ്യമായിട്ടുള്ള സംഘടനാ മെഷീനറി ഞങ്ങൾ ആൾറെഡി രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ചയിലധികമായി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വോട്ട് പോൾ ചെയ്യിക്കുന്നതിൻ്റെ സംഘടനാ മെഷീനറിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഗുണം ഇന്നത്തെ പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടുകൾ ഏതാണ്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിവാദമായ പ്രസ്താവനകൾ, ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നു. കേരളത്തിൽ ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, പ്രസ്താവനകൾ പല നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നു. LDF-ന്റെ സാധ്യതകളെ തന്നെ ഇല്ലാതെ ആക്കുന്ന തരത്തിലാണ് UDF-ന്റെ നേതാക്കളുടെ അവർ പറഞ്ഞ LDF-നെ ഇവിടുന്ന് ജനങ്ങൾ മാറ്റി നിർത്താൻ പോവുകയാണെന്ന തരത്തിലൊക്കെയാണ് വലിയ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കലൊക്കെ ഉണ്ടായത്. പക്ഷേ LDF-ന്റെ വോട്ടുകൾ കൃത്യമായി സമാഹരിച്ച് ചെയ്യാൻ കഴിയുകയും പിന്നെ യുവാക്കൾക്കിടയിലുള്ള ഇപ്പോൾ പുതിയ ജൻസി ഇവരുടെയൊക്കെ വോട്ടുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ LDF-ന്റെ ഒരു 3ാം LDF സർക്കാർ കൂടി വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം താങ്കൾക്ക്? തീർച്ചയായിട്ടും LDF-ന്റെ 3ാം ഗവൺമെന്റ് ഉണ്ടാവും. അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ജൻസി ആളുകളുടെ സപ്പോർട്ട് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതു സപ്പോർട്ട് ഇടതുപക്ഷത്തിന് കിട്ടും. നിങ്ങൾ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കാരണത്താലാണ് കേരളത്തിലെ UDF-നെ കേരളത്തിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക? UDF-ന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് തമ്മിലുള്ള വാക്പയറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അവർ തമ്മിൽ ഒട്ടും ഐക്യമില്ല എന്നത് വെളിവാക്കുന്ന പല സന്ദർഭങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം KPCC പ്രസിഡന്റ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പിരിച്ച പണത്തിന്റെ കണക്ക് പറഞ്ഞു. അവർ പറഞ്ഞ കണക്ക് പ്രകാരം
ഉള്ള കാര്യങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറയുമ്പോഴാണ് പത്രക്കാർക്ക് നേരെ വളരെ രോഷത്തോടു കൂടിയുള്ള പ്രതികരണം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഒരു വലിയ ആപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് പണം പിരിക്കുകയും ആ പണം മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് കേരളത്തിന് ബോധ്യമായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന, ഇങ്ങനെ കളവ് പറയുന്ന, ഇങ്ങനെ കൊള്ള നടത്തുന്ന ഒരു കൂട്ടരെ, ഒരു വിഭാഗത്തെ എങ്ങനെയാണ് കേരളത്തിലെ ജനം സപ്പോർട്ട് ചെയ്യുക? എങ്ങനെയാണ് കേരളത്തിലെ ജനം കേരളത്തിന്റെ അധികാരം, ഭരണം അവരെ ഏൽപ്പിക്കുക? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കുക എന്നതിന്റെ കൂടെ തന്നെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ഫൈറ്റും കൂടിയാണ്, സമരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു പക്ഷേ നേരത്തെ മറ്റു ചില സാക്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഭരണപക്ഷത്തെ കുറിച്ചാണ് ഇത്തരം ആക്ഷേപങ്ങൾ സാധാരണ നിലയ്ക്ക് ഉയർന്നു വരാറുള്ളത്. പക്ഷേ നിലവിൽ ഭരണപക്ഷത്തുള്ള LDFനെ കുറിച്ചോ LDFന്റെ മന്ത്രിമാരെ കുറിച്ചോ ഒരു രൂപയുടെ അഴിമതി പോലും ആക്ഷേപിക്കാനില്ല. ഒരു രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടി പോലും ഉന്നയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രതിപക്ഷത്തെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നതായിട്ടുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ, വെട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക, അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരൊരു സാഹചര്യത്തിൽ LDFന്റെ ഭരണം തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും ഈ രാജേഷ് CPMന്റെ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പ്രവർത്തകരൊക്കെ, നമ്മൾ പല സ്ഥലങ്ങളിലും ബൂത്തുകളിലൊക്കെ പോയി പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്, പ്രാദേശിക നേതാക്കൾ വരെ വളരെ ആവേശത്തിലാണ്. ഇവിടെ ഇത്തവണ പെരിന്തൽമണ്ണ LDFന് ഉറപ്പാണ്. ഫലം വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുവരെ എല്ലാവർക്കും കണക്കുകൂട്ടലൊക്കെ ആയിട്ട് നിങ്ങൾ പോകാം അല്ലേ, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം. ജയിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും കണക്ക് കൂട്ടിയിരിക്കാം. ജനഹിതം ഫലം വരുന്നവരെ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.